ദീപപ്രഭയിൽ അയോധ്യ ക്ഷേത്രനഗരി. സരയൂ നദിക്കരയിൽ 26 ലക്ഷത്തിലധികം ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് അയോധ്യ സ്വന്തം ഗിന്നസ് റെക്കോർഡ് തിരുത്തി കുറിച്ചു. സരയൂ ആരതിയിലും പ്രത്യേക പൂജകളിലും യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പങ്കെടുത്തു. ധർമ്മത്തിന്റെ വിജയമാണ് അയോധ്യയിലെ രാമക്ഷേത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. ലക്ഷം ദീപങ്ങളുടെ പ്രഭയിൽ തിളങ്ങി നിൽക്കുകയാണ് രാമജന്മഭൂമി. രാംലല്ല സ്വന്തം ജന്മഗൃഹത്തിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം നടക്കുന്ന രണ്ടാമത്തെ ദീപാവലി ആഘോഷങ്ങൾക്കായി രാം കി പൗഡി ഉൾപ്പെടെ 55 ഘാട്ടുകളിലായി ലക്ഷക്കണക്കിന് ദീപങ്ങളാണ് തെളിഞ്ഞത്. അയോധ്യയിലെത്തിയ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സരയൂ ആരതിയിലും പ്രത്യേക പൂജകളിലും പങ്കെടുത്തു. ധർമ്മവിജയമാണ് അയോധ്യയിലെ രാമക്ഷേത്രമെന്നും സത്യത്തെ എല്ലാ കാലവും മറച്ചുപിടിക്കാനാകില്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. हर दीप हमें एक याद दिलाता है, सत्य परेशान हो सकता है, पराजित नहीं हो सकता. सत्य की नियति होती है विजयी होने की, और विजयी होने की उस नियति के साथ सनातन धर्म 500 वर्षों तक लगातार संघर्ष करता रहा और उस संघर्ष की परिणति है. പ്രത്യേക ലൈറ്റ് ഷോയും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. രാമജന്മഭൂമിയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം നടന്ന ആദ്യ ദീപാവലിയിൽ 25 ലക്ഷത്തിലധികം ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് അയോധ്യ ഗിന്നസ് റെക്കോർഡ് തിരുത്തി കുറിച്ചിരുന്നു. 2017 യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷമാണ് അയോധ്യയിൽ വിപുലമായ ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. 2022 15 ലക്ഷവും 2023 20 ലക്ഷം ദീപങ്ങളും അയോധ്യയിൽ തെളിയിച്ചിരുന്നു. ജനം, ഡൽഹി.